അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന മാതൃകകൾ എന്ന വിഷയത്തിൻ്റെ തലത്തിങ്ങളിലേക്കുള്ള ഒരല്പസഞ്ചാരത്തിലേക്കാണ് സദസ്സിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മിത്തുകളും ഇതിഹാസങ്ങളും ഊഹകഥകൾ നിരത്തുന്ന മനുഷ്യനിർമ്മിത മതങ്ങളുടെ പാരമ്പര്യ ശൈലിയിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു സത്യസന്ദേശം കൈമാറാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ പ്രബോധിതരായ 6-ാം നൂറ്റാണ്ടിലെ അറബ് സമൂഹത്തെ ഇരുണ്ടു വരണ്ട പ്രാദേശികവും ഗോത്രീയവുമായ ദൈവസങ്കല്പങ്ങളിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിലൂന്നിയ പ്രകാശപൂരിതമായ ഒരു സംസ്കാരത്തിലേക്കുള്ള ക്ഷണം തീർത്തും പ്രയാസകരമായിരുന്നു. ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച പ്രായോഗികമായ ശൈലികളും ക്രിയാത്മകമായ മേഖലകളും ഒരു പ്രമേയമായി കടന്നു വരുന്നത്. സംശയലേശ്യമെന്നെ ഉൾക്കൊള്ളുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ആരംഭിച്ചത്. കുട്ടിയായ അലി റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയുണ്ടായി. വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം കൈമാറുന്ന ഈ രീതി വളരെ പെട്ടെന്ന് തന്നെ പ്രചാരം നേടുകയും ചെയ്തു. തുടർന്ന് പ്രബോധനം സിദ്ധിച്ചവർ അവരുടെ ബന്ധുക്കൾ, കൂട്ടുകാർ, അടിമകൾ തുടങ്ങിയവയുമായി ഇസ്ലാമിൻ്റെ വ്യാപനം പ്രാപിച്ചു. സൗമ്യവും വിനയപൂർണ്ണമായിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ശൈലി തന്നെയായിരുന്നു പ്രധാനം. വ്യക്തികളെ തേടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ഗ്രാമാന്തരങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. പ്രഥമഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷത്തോളം അർഖമിൻ്റെ ഭവനത്തിൽ ഒളിഞ്ഞിരുന്ന് അവിടെ അനുയായികൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയും അവർക്കതിനെ പരിശീലിപ്പിക്കുകയും ചെയ്തു. വളരെ രഹസ്യമായി അവിടെ എത്തിയ വിശ്വാസികളെ അവരെ ആദർശത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരാക്കി. യഥാർത്ഥത്തിൽ ദാറുൽ അർഖം ഒരു ശില്പകലാശാലയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ നിന്ന് പകർന്നു നൽകിയത് പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ നേരിടണമെന്ന പാഠങ്ങളായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2-ാം ഘട്ടത്തിൽ സമൂഹത്തെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ശൈലി. ജബൽ ഖുബൈസ് എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് മക്കാ നിവാസികളെ ബുദ്ധിപൂർവം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അബൂലഹബിൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം വിശ്വാസികൾ അവിടെ തുനിയുകയുണ്ടായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ ഖുബൈസ് വിളംബരത്തോടു കൂടിയാണ് ഇസ്ലാം പരസ്യമായി ചർച്ച ചെയ്യിപ്പിക്കുകയും നിഷ്പക്ഷമതികളുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയും ചെയ്തത്. ഒരു സമഗ്ര വിമോചന പ്രസ്ഥാനം എന്ന നിലക്കായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ അവതരിപ്പിച്ചത്. തൻ്റെ നിസ്തുലവും നിർമ്മലവുമായ വ്യക്തിത്വത്തെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും അവരെ ആർക്കും ഒരു ആക്ഷേപവുമില്ലാത്ത ഉന്നയിക്കാനില്ലാത്ത ഒരു നല്ല സ്വഭാവമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഴ്ചവെച്ചത്. ഇസ്ലാം നിർബന്ധം ചെലുത്തി അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സംവിധാനമല്ല, അത് ഹൃദയത്തിൻ്റെ തീരുമാനവും ബുദ്ധിയുടെ വിധിയുമാണ്. ഇസ്ലാമിക പ്രബോധകരുടെ ധർമ്മമെന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ മനുഷ്യനെ ചിന്തിപ്പിക്കുക എന്നതാണ്. ചിന്തക്കും പഠനത്തിനും വിഘാതമായി കിടക്കുന്ന എല്ലാ മതിൽക്കെട്ടുകളും ആഭരണങ്ങളും തട്ടിത്തെറിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുക എന്നതാണ് പ്രധാനം. സുമയ്യ റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു എന്ന 2 ദമ്പതികളെ ക്രൂരമായി വധിക്കപ്പെടാനുള്ള കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചത് കൊണ്ടാണ്. ദൃഢമനസ്കരായ ദമ്പതികളുടെ അതിദാരുണമായ അന്ത്യനിമിഷങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമകൾക്ക് തിരിച്ചടി നൽകാൻ അനുവാദം ചോദിച്ചു പോതിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത് ക്ഷമിക്കാനും സഹിക്കാനും മാത്രമായിരുന്നു. ഒട്ടകത്തിൻ്റെ കുടൽമാല വലിച്ചിട്ടും വഴിയിൽ മുള്ള വിതറിയും ത്വായിഫിലെ ജനങ്ങൾ കല്ലെറിഞ്ഞും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മർദ്ദിച്ചപ്പോൾ അവിടുന്ന് ക്ഷമിക്കുകയും ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുയായികളോട് സഹിക്കാൻ പറയുകയുമായിരുന്നു.
പലതവണ സമീപിച്ചിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാത്തവരെ വീണ്ടും വീണ്ടും സമീപിച്ച് ക്ഷണിക്കുക അവിടുത്തെ ഒരു ശൈലിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന മാതൃകകൾ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.